ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ജാർഖണ്ഡിലെ ഒരു ദമ്പതിമാർ ലവ് ജിഹാദ് ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലായതുകൊണ്ട് കേരളത്തിന്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്കറിയാം, നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് തരുന്ന ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു കാര്യം. അതിന് റിലീജിയൻ നോക്കണ്ട, കാസ്റ്റ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. പരസ്പരം അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യയിലെ അഡ്വക്കേറ്റ്സ്, വക്കീലന്മാർ ഏത് ഭരണഘടനയാണ് പഠിക്കുന്നത്? അല്ല വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ആണോ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ച ഒരു കാര്യമാണിത്. പക്ഷെങ്കിൽ ഈ അടുത്തായിട്ട് ഒരു മാസത്തിന്റെ ഉള്ളിൽ മധ്യപ്രദേശിൽ നടന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു ദമ്പതിമാർ ഇതേപോലെ ലവ് ജിഹാദ് ആരോപിക്കപ്പെട്ടിട്ട് കോടതിയിൽ വെച്ചിട്ടാണ് അവരെ അടിച്ചിട്ടുള്ളത്. അവരെ അടിച്ചിട്ടുള്ളത് ഹിന്ദുത്വ ആക്ടിവിസ്റ്റ് ആണ്. ഇവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ അഡ്വക്കേറ്റ്സ് ആണ്. അതിനുശേഷം പോലീസ് വരികയും ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിച്ചിട്ടുള്ളത്. പോലീസ് വന്നിട്ട് കേസ് എടുത്തിട്ടുള്ളത് ഈ ദമ്പതിമാർക്കെതിരെയാണ്. അതായത് ലവ് ജിഹാദ് ആരോപിച്ചിട്ട് അവരെ പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ അവരെ തല്ലിയ ആളുകൾ നല്ല പിള്ള. എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ നിയമം പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ വിഷ്വൽസ് ഒന്ന് കാണാം. കണ്ടില്ലേ, ക്രൂരമായിട്ടാണ് ആ വ്യക്തിയെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ കേസ് വന്നത് ആ വ്യക്തിയുടെ പേരിൽ. എന്നാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നമ്മളുടെ ഇത് പോസിബിൾ ആയിട്ടുള്ളതല്ല, നമ്മൾ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ഒരു കല്യാണം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, കഴിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതൊന്നും കേൾക്കാൻ പോലീസിന് സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് തന്നെ മധ്യപ്രദേശിൽ നടന്ന വേറൊരു ഇൻസിഡന്റ് ആണ്. കോടതിയിൽ വെച്ച് അടിച്ചിട്ടുള്ളത് ഹിന്ദുത്വ ആക്ടിവിസ്റ്റ് ഒന്നല്ല, അടിച്ചിട്ടുള്ളത് ഇതേപോലെ ലവ് ജിഹാദിന്റെ പേരിൽ അടിച്ചിട്ടുള്ളത് വക്കീലന്മാരാണ്. ഇവരെന്ത് നിയമമാണ് പഠിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന തന്നെയാണോ അവർ പഠിക്കുന്നത്? അല്ല വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്സ് ആണോ? ആ വിഷ്വൽസ് കാണാം. ഈ വിഷ്വൽസിൽ കണ്ടിട്ടുള്ളത് ആ മർദ്ദനത്തിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള മർദ്ദനത്തിന്റെ വീഡിയോസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം അത് അഡ്വക്കേറ്റ്സിനെ അടിച്ചത് കൊണ്ട് തന്നെ അതിന്റെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. കാരണം അവിടെ അപ്പം തന്നെ സംഘർഷാവസ്ഥയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലീസ് ഈ ദമ്പതിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല. കാരണം രണ്ടുപേരും പറഞ്ഞു പോസിബിൾ അല്ല, നമ്മളുടെ സമ്മതപ്രകാരം തന്നെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു കേസ് അവരുടെ പേരിൽ കേസ് എടുത്തിട്ടില്ല. അവരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ട് മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വെറുതെ വിടുകയായിരുന്നു. എന്നാൽ ഈ രണ്ട് കേസിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ആയിട്ടുള്ള യുവാവ് ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അത് ലവ് ജിഹാദായി മാറപ്പെട്ടു. എന്നാൽ ഈ പറഞ്ഞ ഇതേ മധ്യപ്രദേശിൽ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ലവ് ജിഹാദുമായിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നവും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് നടത്തിക്കൊടുത്തിട്ടുള്ളത് ഹിന്ദുത്വ ആക്ടിവിസ്റ്റ് തന്നെയാണ്. അവർ തന്നെയാണ് ഈ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ വിഷ്വൽസ് കാണാം. पहले मेरा नाम समामा था, अब साधना है और अब महाशिवरात्रि पर मैं यहाँ पर आऊंगी. आज क्या हुआ? കണ്ടില്ലേ വിവാഹം നടന്നത്? ഇതിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇതിലെ യുവാവ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ യുവതി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണത്തിൽ യാതൊരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടാണ് ഇത് ലവ് ജിഹാദായി മാറാതിരുന്നത്? ഇത് ഏതാനും ചില ഇൻസിഡൻസ് മാത്രമാണ്. ഇതേപോലെ പല ഇൻസിഡൻസും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻലി നോർത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇൻസിഡന്റ് ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. എന്നാൽ രണ്ടാമത് പറഞ്ഞ ഇൻസിഡന്റ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു കാര്യവുമില്ല. അതെന്തുകൊണ്ടാണ് രണ്ടുപേരെയും രണ്ടായിട്ട് കാണുന്നത്? രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് വരാത്തത്? അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്. പക്ഷെങ്കിൽ അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ എങ്ങനെ ഇരിക്കുന്നു?
ഇനി നമുക്ക് ജാർഖണ്ഡിലെ കേസിലേക്ക് പോവാം. ജാർഖണ്ഡിൽ ഇതേപോലെ ഒരു ലവ് ജിഹാദ് ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായിട്ട് അവര് എങ്ങനെയൊക്കെയോ കേരളത്തെ സമീപിച്ചു, കേരളത്തിലെത്തി, കേരളത്തിൽ അഭയം തേടി, കേരള പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കള്ളക്കേസൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചതിന് ശേഷം കേരള പോലീസിന് ആ കാര്യം വ്യക്തമായി. അതായത് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ട് ഫോഴ്സ്ഫുൾ അല്ലാതെ രണ്ടാളുടെ സമ്മതത്തോട് തന്നെയാണ് അവർ കല്യാണത്തിന് തീരുമാനമായിട്ടുള്ളത് എന്നൊരു കാര്യം കേരള പോലീസിന് മനസ്സിലായതുകൊണ്ട് കേരള പോലീസ് പറഞ്ഞു അവരെ സംരക്ഷിക്കും എന്നുള്ളൊരു കാര്യം. എന്നാൽ അതിനുശേഷം ഇവിടെ നടന്നിട്ടുള്ളത് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. കാര്യം വേറൊന്നുമല്ല, ജാർഖണ്ഡിൽ നിന്ന് പോലീസ് വരികയും എന്നാൽ അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ, കേരള പോലീസിന്റെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള തെളിവുകളോ ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കള്ളക്കേസ് കൊടുത്തു. അതായത് ഈ പെൺകുട്ടിയെ ഇവൻ തട്ടിക്കൊണ്ട് വന്നതാണ്, കിഡ്നാപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കിഡ്നാപ്പിംഗ് കേസ് മുതലുള്ള പല കേസസ്, ഏകദേശം 25 ചാർജസ് അവന്റെ പേരിലേക്ക് ചുമത്തിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അവനെ മാത്രമല്ല രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം എന്നും പറഞ്ഞിട്ടാണ് ജാർഖണ്ഡ് പോലീസ് വന്നിട്ടുള്ളത്. എന്നാൽ ജാർഖണ്ഡ് പോലീസ് വ്യക്തമാക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമുക്ക് അവനെ വേണമെന്നില്ല, അവളെ മതി. അവൾ ഹിന്ദുവാണ്, അവൻ മുസ്ലിമാണ്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ ഹിന്ദു ആയിട്ടുള്ള വനിതയെ അവർക്ക് തിരിച്ചു കൊണ്ടുപോകണം, ഇവനെ വേണം എന്നില്ല എന്നാണ് ജാർഖണ്ഡ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കേരള പോലീസിനോട്. പക്ഷെ കേരള പോലീസ് പറഞ്ഞു എന്ത് ഇടപെട്ടിട്ടായിരുന്നാലും ശരി ഇവരെ വിട്ടു തരില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇവരിപ്പോൾ ഈ ദമ്പതിമാർ കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ കേരള ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇത് ആ വ്യക്തികളുടെ മൗലിക അവകാശമാണ്. അതിനെ ഹനിക്കാനാണ് ജാർഖണ്ഡ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡ് പോലീസ് എന്നൊന്നും അവരെ വിളിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ചെയ്യുന്നവർ പോലീസാണോ? ഒരിക്കലുമല്ല. പോലീസ് എന്ന് പറയുന്നത് എല്ലാവരും തുല്യമായി കാണുകയും ഇന്ത്യൻ മണ്ണിലെ നിയമങ്ങൾ പാലിക്കുകയും അത് ഫോളോ ചെയ്യാൻ നോക്കുകയും ചെയ്യേണ്ട, പ്രത്യേകിച്ചും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ. അതാണോ ജാർഖണ്ഡ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ അവരെ പോലീസ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അത് പോലീസിന് തന്നെ, പോലീസ് എന്ന് പറയുന്ന എൻറ്റയർ ഫോഴ്സിന് തന്നെ അത് നാണക്കേടായിരിക്കും. ഇതിനിപ്പോൾ കേരള ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതി നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നുള്ള കാര്യം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ ഭരണഘടന ലംഘനമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. എന്തിനു പറയുന്നു? PC ജോർജിന്റെ കേസിനെടുക്കാം. PC ജോർജ് ഹെയ്റ്റ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നോർത്തിൽ പോയിട്ട് ഏതെങ്കിലും സ്റ്റേറ്റിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും വിളിച്ച് നടന്നു തന്നെ. പക്ഷെ അത് കേരളത്തിൽ പറഞ്ഞത് കൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്നത്. നമുക്കറിയാം നോർത്തേൺ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പലതരം ഒരുപാട് ലീഡേഴ്സ് ഹെയ്റ്റ് സ്പീച്ച് നടത്താറുണ്ട്. പക്ഷെ അവരുടെ പേരിലൊന്നും ഒരു കേസോ വരാറില്ല, അറസ്റ്റ് ചെയ്യാറില്ല, ഒന്നുമില്ല. അഥവാ അറ്റ് എക്സ്റ്റന്റ് കേസ് എടുത്തേക്കാം, പക്ഷെ അവരൊന്നും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കേരളത്തിലായതുകൊണ്ട് അവൻ കുടുങ്ങി. ഇല്ലെങ്കിൽ അവനെ മാലയിട്ട് സ്വീകരിച്ച തന്നെ ആളുകൾ. അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഗോഡ്സെ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ആളുകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയാ? ഗോഡ്സെ എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയെ, ഫാദർ ഓഫ് നേഷനെ കൊന്ന വ്യക്തിയാണ്. ആ വ്യക്തി ചെയ്തത് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി അത്രയും വർഷം ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എവിടെ പോയി? ഈ ഗോഡ്സെ എന്താണ് ചെയ്തിട്ടുള്ളത്? അതാണ്. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഓരോ ഹിസ്റ്ററിയും മാറ്റി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. കാരണം ഓരോ ദിവസം കഴിഞ്ഞ് തന്നെ ഓരോ ഹിസ്റ്ററിയിൽ ഓരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay. Thank you.